ചെറിയ കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ചെറിയ കാര്യങ്ങളാണ് ഇത്, അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാത്തവർക്ക് ഇത് ശ്രദ്ധിക്കാം, ഷെയർ ചെയ്യാം, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. വീട്ടിലെ ഫോണിൽ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ജി ഡ്രൈവ് അല്ലെങ്കിൽ മറ്റുള്ള മൊബൈൽ ആപ്പുകൾ എന്നിവയിലൊക്കെ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്, എല്ലാവർക്കും കഴിയണമെന്നില്ല. എളുപ്പവഴി വാട്സപ്പിൽ ആദ്യമായി ഫാമിലി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. മൈ ഫാമിലി എന്നോ മൈ ഫേവറേറ്റ് ഫാമിലി എന്നോ മൈ ഡിയർ ഫാമിലി എന്നോ ഒക്കെ പേരിട്ട് വീട്ടിലെ കുടുംബനാഥനും കുടുംബനാഥയും അഡ്മിന്മാരായും മറ്റ് അംഗങ്ങളായും ചേർത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുക. ഇതിൽ വീടിനെ സംബന്ധിച്ച പൊതുവായ എല്ലാ കാര്യങ്ങളും ഇടുക. ഉദാഹരണത്തിന് വീട്ടിലൊരു കല്യാണ ക്ഷണക്കത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഷെയർ ചെയ്യുക. വീട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലെഴുതുക. പിന്നെ ഓർമ്മിക്കേണ്ട ദിവസങ്ങളോ തീയതികളോ ചടങ്ങുകളോ ഉണ്ടെങ്കിൽ അതിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെ വരുമ്പോൾ വീട്ടിൽ ഉള്ള അംഗങ്ങളും വീടിന് പുറത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയുകയും അതിൽ ഭാഗഭാക്കാവുകയും പ്രധാനപ്പെട്ട ദിവസങ്ങളും കാര്യങ്ങളും ഒക്കെ മറക്കാതിരിക്കുകയും ചെയ്യും. ഇതുപോലെ ഡോക്യുമെന്റ്സ്, ബിൽസ്, ഇൻവോയ്സസ് എന്നൊക്കെ പേരിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും അംഗങ്ങളായി ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന ബില്ലുകള്, റെസിപ്റ്റുകള്, പിന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, UHID കാർഡ് എന്നിവയെല്ലാം തന്നെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ കഴിയും. ഇതിൽ ഒരാളുടെ ഫോൺ നഷ്ടപ്പെടുകയോ ഫോൺ കേടുവരികയോ ചെയ്താലും ഈ വിവരങ്ങൾ എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഗ്രൂപ്പിൽ ഔപചാരികത വരുത്തി ചെയ്യണമെന്നല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വീട്ടിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് തന്നെ ഒരു ഊണ് കഴിക്കുന്ന സമയത്തോ മറ്റോ ചർച്ച ചെയ്യുക. പിന്നെ പൊതുവായ മൈ ഫാമിലി ഗ്രൂപ്പിൽ കുട്ടികൾക്കുള്ള സാരോപദേശങ്ങളും മറ്റുള്ള വീഡിയോകളും ഒക്കെ അധികമായി പോസ്റ്റ് ചെയ്താൽ പിന്നീട് അവരത് നോക്കാതെയാകും. ആവശ്യങ്ങൾക്ക് മാത്രമായി ഗ്രൂപ്പുകൾ ഉപയോഗിക്കുക.